കർത്താവിൻ്റെ വചനത്തിലുള്ള വെളിപാട് എന്താണ്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം ക്രിസ്തുവുമായി കടുപ്പിച്ചിരിക്കുന്ന കാരണം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായത് കാരണം നമ്മുടെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിഷയവുമായി കടുപ്പിച്ച് കഴിഞ്ഞാൽ വിഷയം ഫ്ലോപ്പായ വിശ്വാസം ഫ്ലോപ്പാകും. അതുകൊണ്ട് ഈശോ ചോദിച്ചൊരു ചോദ്യം എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? വരണത് അത് നിങ്ങൾ ഓർക്കരുത് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മാത്രമാണെങ്കിൽ പറയണം. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വെളിപാട് ഉണ്ടാകുന്നതും ഇടപെടൽ ഉണ്ടാകുന്നതും കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അതെപ്പോഴും നമ്മൾ ബോധം ഉണ്ടാകണം നമുക്കതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗ്രഹിക്കുന്നത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അതാണ് വിഷയം. അപ്പോൾ അവസാനം അവശേഷിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക തകർച്ചയാകാം, എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാകാം. ഈ പരീക്ഷണങ്ങളുടെ എല്ലാ അവസാനം എപ്പോഴായാലും ക്രിസ്തു വരും. പക്ഷേ എപ്പോഴും വരുന്നത് അതൊരു നാഷണൽ ഹൈവേ കൂടിയാണെന്ന് വരണം നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും പഞ്ചായത്ത് റോഡിൽ കൂടി ആയിരിക്കും വരണത്. പഞ്ചായത്ത് റോഡിൽ കുണ്ടും കുഴിയും വളവും തെരുവും കാടും യാതൊരു ട്രാഫിക്കും ഇല്ലാത്ത സ്ഥലത്തോട് ഞെരുങ്ങിയൊക്കെ വരും ക്രിസ്തു. ഒരിക്കലും നാഷണൽ ഹൈവേ കൂടി വരുമെന്ന് തോന്നില്ല. കാര്യം പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്. പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്. അപ്പോഴെപ്പോഴും വിശ്വാസത്തിൻ്റെ വില കൊടുത്തിട്ട് അവിടെ കിട്ടി ബോധിക്കണം. നമ്മൾ ഈ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ പ്രമാണത്തിന് മുമ്പ് തഹസിൽദാർ രജിസ്റ്റർ ചെയ്യണ മുമ്പ് കൊടുത്താളിനോട് ചോദിക്കും. പറമ്പ് വാങ്ങിയ ആളിനോട് പറമ്പ് കൊടുത്താളിനോട് ചോദിക്കും, കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? കാശ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ യേസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രജിസ്റ്റർ ചെയ്യത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിലുള്ള വിഷയം. കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? ഈ വിശ്വാസത്തിന് ക്രിസ്തുവിന് അനുകൂലമായ അത്രയും വില കിട്ടി ബോധിച്ചോ എന്നാണ് ചോദിക്കണത്. അത് പരമപിതാവിൻ്റെ ഒരു ചോദ്യമാണ്. പരമപിതാവാണല്ലേ രജിസ്റ്റർ കച്ചേരിയിരിക്കണത്. അപ്പോൾ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ക്രിസ്തുവിനല്ലെങ്കിൽ തരാൻ പോണത്. അതിന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള സഹനങ്ങളെ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഇതിന് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ്